കുട്ടികൾ കഥ പറയാൻ ആവശ്യപ്പെടുമ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെയോ മുത്തശ്ശൻ്റെയോ ഒക്കെ ഭാവനയിൽ നിന്ന് കഥകൾ പറഞ്ഞിരുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇനി കഥ പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. കുട്ടികളെ ഉറക്കാൻ കഥകൾ പറയുന്ന സ്റ്റോറി കിറ്റ് ആപ്പ് ആദ്യമായി പരീക്ഷിച്ചിരിക്കുകയാണ് മെറ്റ. എന്താണ് സ്റ്റോറി കിറ്റ്? ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. സ്റ്റോറി കിറ്റ് ഒരു സാധാരണ ഇ-ബുക്ക് ആപ്പല്ല. ഇതൊരു ജനറേറ്റീവ് AI സ്റ്റോറി ടെല്ലിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് ഓരോ കുട്ടിക്കും വേണ്ടി ഓരോ ദിവസവും പുതിയ കഥകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന AI. ഇവിടെ മുൻകൂട്ടി തയ്യാറാക്കിയ കഥകളൊന്നും ഉണ്ടാകില്ല. നിങ്ങൾ നൽകുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി AI നിമിഷങ്ങൾക്കുള്ളിൽ പുതിയ കഥകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികൾക്കും ഇത് വ്യത്യസ്ത അനുഭവമായിരിക്കും. ഓരോ കഥയും ഓരോരുത്തർക്ക് വേണ്ടിയും പ്രത്യേകം തയ്യാറാക്കുന്നതായിരിക്കും. എങ്ങനെയാണ് AI കഥ തയ്യാറാക്കുന്നതെന്നല്ലേ? 3 ഘട്ടങ്ങളായാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുക എന്നതാണ് ആദ്യ ഘട്ടം. അത് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടമാകാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രമാകാം, അതുമല്ലെങ്കിൽ സ്വന്തം കുട്ടിയുടെ ഫോട്ടോ പോലും ഉപയോഗിക്കാം. അതിനെയാകും AI ആ കഥയിലെ പ്രധാന കഥാപാത്രമാക്കുക. ഈ കഥ നടക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക എന്നതാണ് രണ്ടാം ഘട്ടം. അതൊരു ഫാൻറ്റസി വേൾഡ് ആകാം, ദൂരെയുള്ളൊരു ഗാലക്സി ആകാം, കടലിനടിയിലെ രാജ്യമാകാം, ദിനോസറുകൾ ജീവിക്കുന്ന കാലഘട്ടവുമാകാം. അങ്ങനെ എന്തു വേണമെങ്കിലും ആകാം. ഭാവനയ്ക്ക് അതിരുകളില്ലല്ലോ. മൂന്നാമത്തെ ഘട്ടം ആ കഥയിൽ നിന്നുള്ള പാഠമാണ്. കുട്ടി ഈ കഥയിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എന്ന്. ദയയോ ധൈര്യമോ അതോ സഹാനുഭൂതിയോ, അങ്ങനെ എന്ത് സന്ദേശമാണ് ആ കഥ നൽകേണ്ടത് എന്നതിനെക്കുറിച്ചും മാതാപിതാക്കൾ സ്റ്റോറി കിറ്റിനോട് പറഞ്ഞു കൊടുക്കണം. സ്റ്റോറി കിറ്റ് കഥ വെറുതെ എഴുതി നൽകുക മാത്രമല്ല ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് AI കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ തയ്യാറാക്കുന്ന ചിത്രകഥകൾ ഡിജിറ്റൽ പുസ്തകമായും ശബ്ദാവതരണവും സംഗീതവും ഉൾപ്പെട്ട പതിപ്പായും ലഭിക്കും. യാത്രക്കിടയിലോ ഉറങ്ങുന്നതിന് മുമ്പോ കേൾക്കാൻ ഓഡിയോ ബുക്ക് രൂപത്തിലും കഥ ലഭ്യമാകും. കൂടാതെ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനും സാധിക്കും. മാതാപിതാക്കൾ സ്വന്തം ശബ്ദത്തിൽ വായിച്ചു കൊടുക്കുന്ന തരത്തിൽ സ്റ്റോറി കിറ്റിനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നീട് അത് റീഡ് അലൗഡ് മോഡിൽ പ്ലേ ചെയ്യാനും കഴിയും. സ്റ്റോറി കിറ്റ് എന്ന പേര് കേട്ടാൽ കുട്ടികൾക്കുള്ള ആപ്പാണെന്ന് തോന്നുമെങ്കിലും മെറ്റ ഇതിൻ്റെ ആക്സസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. അതായത് കുട്ടികൾക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് സാരം. മാതാപിതാക്കൾ കുട്ടികൾക്കായി കഥകൾ തയ്യാറാക്കുന്നതിനാണ് സ്റ്റോറി കിറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ AI സുരക്ഷാ ഫിൽട്ടറുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നും സോഷ്യൽ മീഡിയ പോലുള്ള ഇടപെടലുകൾക്ക് യാതൊരു സൗകര്യവും ആപ്പിലില്ലെന്നും മെറ്റ വ്യക്തമാക്കുന്നു. സ്റ്റോറി കിറ്റ് ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണ്. മെക്സിക്കോയിലാണ് പരീക്ഷണാർത്ഥം ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ പുറത്തിറക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്ത വിപണികളിൽ പരീക്ഷണം നടത്തി ഉപയോക്താക്കളുടെ പ്രതികരണം മനസ്സിലാക്കാനാണ് മെറ്റയുടെ ശ്രമം. സ്റ്റോറി കിറ്റ് പരീക്ഷണം വിജയിച്ചാൽ ഇത് ബെഡ് ടൈം സ്റ്റോറീസിൽ മാത്രം ഒതുങ്ങില്ല. ഭാവിയിൽ കുട്ടികളുടെ പഠന രീതികളെ ആകെ കസ്റ്റം ചെയ്യാനും ഓരോ കുട്ടിയുടെയും പ്രായത്തിനും പഠനശേഷിക്കുമനുസരിച്ച് വ്യക്തിഗതമായി പാഠ്യരീതിയെ കൈകാര്യം ചെയ്യാനും സാധിച്ചേക്കും.